ആരും ആവശ്യപ്പെടാതെ, ആരും വന്ന് അപേക്ഷിക്കാതെ യേശു കർത്താവ് ഗദരദേശത്ത് വരികയാണ്. 6000 ഭൂതങ്ങൾ പിടിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് വിടുവിക്കുകയാണ്. എന്താണ് കർത്താവ് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. വിടുവിക്കപ്പെട്ട മനുഷ്യൻ പറയാണ്, കർത്താവേ ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ. കർത്താവ് പറഞ്ഞു, വേണ്ട, നീ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കെ ചെന്നിട്ട് കർത്താവ് നിന്നോട് കരുണ കാണിച്ചത് പറയണം. ഈ മനുഷ്യൻ തൻ്റെ പാപങ്ങളാലോ കുറ്റങ്ങളാലോ അതപ്പതിച്ച് ഈ ലെവലിലെത്തി. പക്ഷെ അവരുടെ വീട്ടുകാർ മനസ്സുകൊണ്ട് ഇവനെ ഉപേക്ഷിച്ചില്ല. അവരാകുന്ന പോലെ ഇവനെ രക്ഷിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. അവസാനം പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മുടിയൻ പുത്രൻ എന്ന് പറയുന്നൊരു മകനുണ്ടെങ്കിൽ, ഒരു സഹോദരനുണ്ടെങ്കിൽ, അവനെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്. കർത്താവ് പറയുന്നു, ബലിയല്ല കരുണയത്രയേ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കരുണ, ആ പ്രാർത്ഥന, അത് സഭയുടെ തലയായവൻ കാണും. അവിടുന്ന് വരും, വിടുവിക്കും. സ്വർഗത്തിൻ്റെ കരുണ കാണിച്ച് വിടുവിക്കും.